ആടിയുലഞ്ഞ സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിനുള്ളിൽ നിന്നുള്ള കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിന്റെ തീവ്രത എത്രത്തോളം ആണെന്ന് തെളിവാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. യാത്രക്കാരുടെ സാധനങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഓക്സിജൻ മാസ്കുകളും മറ്റും പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. സംഭവത്തിൽ ഒരു യാത്രക്കാരൻ മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 73കാരനായ ബ്രിട്ടീഷ് പൗരനാണ് മരിച്ചത്. അതേസമയം മരണം ഹൃദയാഘാതത്തെ തുടർന്നാകാമെന്ന് ബാങ്കോക്ക് സുവർണഭൂമി വിമാനത്താവളത്തിലെ മാനേജർ കിറ്റി പോങ് പറഞ്ഞിട്ടുണ്ട്. നിരവധി യാത്രക്കാർക്ക് തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. യാത്രക്കാരന്റെ മരണത്തിൽ സിംഗപ്പൂർ എയർലൈൻസ് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബോയിംഗ് 777 വിമാനം ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറക്കുമ്പോഴാണ് ആകാശചുഴിയിൽപ്പെട്ടത്. ബാങ്കോക്കിലേക്ക് തിരിച്ചുവിട്ട വിമാനം ചൊവ്വാഴ്ച വൈകുന്നേരം സുവർണഭൂമി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറന്ന SQ321 ഫ്ലൈറ്റ് കടുത്ത ആകാശചുഴിയിൽപ്പെട്ടതായി സിംഗപ്പൂർ എയർലൈൻ സ്ഥിരീകരിക്കുകയായിരുന്നു. വിമാനത്തിൽ 211 യാത്രക്കാരും 18 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു. അതേസമയം യാത്രക്കാരന്റെ അപ്രതീക്ഷിത വേർപാടിൽ കുടുംബത്തെ അനുശോചനം അറിയിക്കുന്നതായി സിംഗപ്പൂർ എയർലൈൻ പറഞ്ഞു. വിമാനത്തിലെ എല്ലാ യാത്രക്കാർക്കും ജീവനക്കാർക്കും സാധ്യമായ സഹായം നൽകുന്നതിനാണ് പ്രാഥമിക പരിഗണന. തായ്ലൻഡിലെ പ്രാദേശിക അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വൈദ്യസഹായം നൽകുന്നുണ്ട്. കൂടാതെ ബാങ്കോക്കിലേക്ക് ഒരു സംഘത്തെ അയക്കുന്നുണ്ടെന്നും എയർലൈൻസിന്റെ പ്രസ്താവനയിൽ അറിയിച്ചു. മെയ് 21 10:38 വിമാനം പറന്നുയർന്നത്. മ്യാൻമറിന്റെയോ തായ്ലൻഡിലെയോ വ്യോമമേഖലയ്ക്ക് അടുത്തുവച്ചാണ് വിമാനം ആകാശചുഴിയിൽപ്പെട്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ കുറച്ചു നേരത്തേക്ക് വിമാനത്തിന്റെ നിയന്ത്രണം സാധ്യമായില്ലെന്ന് വരാം. എന്തായാലും വിമാനം ബാങ്കോക്കിലേക്ക് തിരിച്ചുവിടാൻ പൈലറ്റിന് സാധിച്ചിട്ടുണ്ട്. സുവർണഭൂമി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമ്പോഴേക്കും ആംബുലൻസുകളും വൈദ്യസംഘത്തെയും എത്തിച്ചിരുന്നു. അതേസമയം വിമാനം പറക്കുന്നതിനിടെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതാണ് ഉചിതമെന്ന് യാത്രക്കാരെ ഉപദേശിക്കുന്നതിന് കാരണവും ആകാശചുഴിയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും വിമാനം ആകാശചുഴിയിൽപ്പെടാം. 2 വർഷം മുമ്പ് സ്പേസ് ജെറ്റിന്റെ മുംബൈ ദുർഗാപൂർ വിമാനം ആകാശചുഴിയിൽപ്പെട്ട് 14 യാത്രക്കാർക്കും 3 ജീവനക്കാർക്കും പരിക്കേറ്റിരുന്നു. 2 മാസത്തിനു ശേഷം ഗുരുതര പരിക്കേറ്റ യാത്രക്കാരൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും 5 മിനിറ്റിനുള്ളിൽ വിമാനം 6000 അടി താഴുകയായിരുന്നു. ഫ്ലൈറ്റ് റഡാർ 24ന്റെ റിപ്പോർട്ട് പ്രകാരം വിമാനം 5 മിനിറ്റിനുള്ളിൽ 37,000 അടി ഉയരത്തിൽ നിന്ന് 31,000 അടിയിലേക്ക് താഴ്ന്നു. പിന്നാലെ ബാങ്കോക്ക് സുവർണഭൂമി വിമാനത്താവളത്തിൽ വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. പെട്ടെന്ന് വിമാനം കുലുങ്ങാൻ തുടങ്ങിയെന്നും ചെരിഞ്ഞെന്നും വിമാനത്തിലെ യാത്രക്കാർ പറയുന്നുണ്ട്. പെട്ടെന്ന് വിമാനം താഴ്ന്നതിനാൽ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർ സീലിംഗിൽ ചെന്ന് ഇടിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കൂട്ടം നിലവിളി തന്നെയാണ് വിമാനത്തിനകത്ത് കേട്ടത്.